വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാഴ്സലൊക്കെ കിട്ടുന്ന പാത്രമുണ്ട്, അത് നമ്മൾ റീയൂസ് ചെയ്ത് എന്ന് വെച്ചാൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ പിന്നെ അത് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഒരുപാട് അപകടം നടന്നിരിക്കുന്നു. നമ്മളത് അറിയാതെ പോകും. നമ്മുടെ കയ്യിൽ ഇനി എത്ര കണ്ടെയ്നേഴ്സ്, സ്റ്റീൽ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ കാണും, പക്ഷെ നമ്മൾ അന്നെങ്കിലും ഇത് മാത്രം നമ്മൾ കഴുകി എടുത്ത് റീയൂസ് ചെയ്യുക നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിന്റെ അപകടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേകിച്ചും ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് കൂടുതൽ അപകടകാരി. എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു മിക്സഡ് റീയൂസ്ഡ് പ്ലാസ്റ്റിക്സും ടോക്സിക് പിഗ്മെന്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കണ്ടെയ്നർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ചൂടായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ എണ്ണമയമുള്ള ഫുഡൊക്കെ നമ്മൾ വെക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള കെമിക്കൽസ് ഒക്കെ ഇതിലോട്ട് ഇറങ്ങി നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ അത് നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും പിന്നെ ലിവർ ഡിസീസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നും കറുത്ത പ്ലാസ്റ്റിക് അൺസേഫ് ആണെങ്കിൽ വെള്ള പ്ലാസ്റ്റിക് സേഫ് ആണോ യൂസ് ചെയ്യാൻ? വെള്ള പ്ലാസ്റ്റിക് എല്ലാം സേഫ് അല്ല. നമ്മൾ ഇതിന്റെ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വാങ്ങിക്കുമ്പോൾ അതിന്റെ പിറകിലായിട്ട് ഒരു ട്രയാങ്കിളിനകത്ത് ഇതിന്റെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്പർ 2, നമ്പർ 4 ആൻഡ് 5 ആണ്. ഈ ഒരു നമ്പർ നോക്കിയിട്ട് വേണം നമ്മൾ പാത്രങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു വൈറ്റ് പ്ലാസ്റ്റിക്കിന്റെ ഗ്രേഡിൽ 1 to 7 വരെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നമ്പർ 2, 4 ആൻഡ് 5. നമ്പർ 1 എന്ന് പറയുന്നത് സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. 3ഉം 6ഉം 7ഉം നമുക്ക് സേഫ് അല്ല യൂസ് ആക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മിക്സഡ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും മികച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റീൽ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസിലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.